സുഭാഷ് ഏട്ടാ, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയേക്ക്. വിവാഹം കഴിഞ്ഞ് പിറ്റേന്ന് സർക്കാർ ഉദ്യോഗസ്ഥനായ സുഭാഷിനോട് ഭാര്യ സുസ്മിത അങ്ങനെ പറഞ്ഞപ്പോൾ സുഭാഷ് ഒന്ന് അമ്പരന്ന് പോയി. എന്താ, എന്തു പറ്റി സുസ്മിത? നേരം വെളുത്തപ്പോൾ തൊട്ട് ഇവിടെ വല്ലാത്തൊരു മണം, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. സുസ്മിത പറയുന്നത് കേട്ട് സുഭാഷ് ഒന്ന് മണത്തു നോക്കി. ഓ, ഈ മണമോ? അത് ധന്വന്തരി കുഴമ്പിൻ്റെതാണ്. നല്ല കർപ്പൂരമിട്ട് കൊട്ടൻ ചുക്കാതെ ഇടിച്ച് പിഴിഞ്ഞുണ്ടാക്കുന്ന സൂപ്പർ കുഴമ്പ്. അതാണ് അമ്മ മുട്ടുവേദനയ്ക്ക് പുരട്ടുന്നത്. നല്ല മണമോ? മാറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇന്ന് തന്നെ ഈ കുഴമ്പൊക്കെ മാറ്റിയിട്ട് വല്ല ഓയിൻമെൻറ്റോ മറ്റോ വാങ്ങിക്കൊടുത്താൽ മതി അമ്മയ്ക്ക്. മാസാമാസം കുഴമ്പ് വാങ്ങിച്ചു കൊടുത്തിരുന്ന സുഭാഷ് അന്നു മുതൽ അമ്മയ്ക്ക് പെയിൻ കില്ലർ ഓയിൻമെൻറ്റ് വാങ്ങിച്ചു കൊടുത്തു. മോനെ, ഇതൊന്നും പുരട്ടിയിട്ട് ഭേദമില്ലടാ. നീ ആ പഴയ ധന്വന്തരി കുഴമ്പ് തന്നെ വാങ്ങിച്ചതാടാ. അമ്മയ്ക്കതിൽ നല്ല ഗുണം കിട്ടാറുണ്ട്. പക്ഷേ ഭാര്യ സുസ്മിതയെ പേടിച്ച് അവൻ അത് അനുസരിച്ചില്ല. പാവം അമ്മ വേദനയോടെ പിന്നീടുള്ള നാളുകൾ കഴിച്ചുകൂട്ടി. ഒരു ദിവസം ആ അമ്മ സിറ്റൗട്ടിലിരുന്ന് മുറുക്കുകയായിരുന്നു. അത് സുസ്മിത കണ്ടു. സുഭാഷ് ഏട്ടാ, ഒന്ന് വന്നേ. അവൾ അകത്ത് ടി വി കാണുകയായിരുന്ന സുഭാഷിൻ്റെ കൈപിടിച്ച് വലിച്ച് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് മുറ്റത്ത് ഇൻ്റർലോക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നോക്കിയാട്ടെ, അമ്മ ഇവിടെയൊക്കെ മുറുക്കി തുപ്പി നാശമാക്കി വെച്ചു. ഇത് ശരിയാവില്ല സുഭാഷ് ഏട്ടാ. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. നിങ്ങൾ എന്തിനാ എന്നും ജോലിക്ക് പോയിട്ട് വരുമ്പോൾ വെറ്റിലയും പാക്കും ഒക്കെ വാങ്ങിക്കൊണ്ടുവരുന്നത്? അതുകൊണ്ടല്ലേ ഈ അമ്മ അതൊക്കെ തിന്ന് ഇവിടെ ആകെ വൃത്തികേടാക്കുന്നത്. അതോടുകൂടി സുഭാഷ് അമ്മയ്ക്ക് മുറുക്കാൻ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്നതും നിർത്തി. ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന്. സുഭാഷ് ലീവായതുകൊണ്ട് വീട്ടിൽ തന്നെയുണ്ട്. സുസ്മിത സിറ്റൗട്ടിലായിരുന്നു. ആ സമയം വീട്ടിൽ പഴയ വസ്ത്രങ്ങളുണ്ടോയെന്ന് ചോദിച്ച് അനാഥ കുട്ടികൾ വന്നു. അവൾ അത് കേട്ട് എഴുന്നേറ്റ് ബെഡ്റൂമിനകത്തേക്ക് പോയി. പഴയ വസ്ത്രങ്ങളുണ്ടോ എന്ന് നോക്കാൻ സുഭാഷിൻ്റെ അലമാര തുറന്നു. സുഭാഷ് ഏട്ടാ, നിങ്ങളുടെ പഴയ വസ്ത്രങ്ങളൊക്കെ എവിടെ? അതൊക്കെ അമ്മ എടുത്തോണ്ട് പോയി അമ്മയുടെ അലമാരയിൽ വെക്കും. അമ്മയുടെ അലമാരയിലോ? അതെന്തിനാ അമ്മ എടുത്തോണ്ട് പോകുന്നത്? അമ്മ അതൊക്കെ നന്നായി സൂക്ഷിച്ചു വെക്കും. തണുപ്പുകാലാകുമ്പോൾ രാത്രിയിൽ എൻ്റെ വസ്ത്രങ്ങൾ ഇട്ടിട്ടാണ് കിടക്കാറുള്ളത്. അതെന്തിനാ അമ്മയ്ക്ക് നിന്റെ വസ്ത്രങ്ങൾ? അമ്മയ്ക്ക് അമ്മയുടെ വസ്ത്രങ്ങൾ ഇട്ടാൽ പോരെ? എൻ്റെ അമ്മയ്ക്ക് എന്നോട് വളരെ ഇഷ്ടമാണ്. ഞങ്ങൾ 4 ആൺമക്കളിൽ ഏറ്റവും ഇഷ്ടം ഇളയവനായ എന്നോടാണ്. എൻ്റെ വസ്ത്രമിട്ട് കിടക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല സമാധാനം ഉണ്ടാകും. ഹോ, എന്തൊരു ശീലം! നിങ്ങൾക്ക് എവിടുന്ന ഇത്രയും പ്രായമായ അമ്മയെ കിട്ടിയത്? എൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പക്കാരാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റവും ഇളയവനാണ്. മാത്രമല്ല, മറ്റുള്ളവരെയൊക്കെ പ്രസവിച്ച് ഒരു 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് എന്നെ പ്രസവിച്ചത്. അതാണ് ഞാൻ വലുതായപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇത്രയും പ്രായമായത്. പാവമല്ലേ അമ്മ? ഒരമ്മയും മകനും എന്ന് പറഞ്ഞുകൊണ്ട് സുസ്മിത അമ്മയുടെ ബെഡ്റൂമിലേക്ക് പോയി. അമ്മ അവിടെ കിടക്കുകയായിരുന്നു. അവൾ അമ്മയുടെ അലമാര തുറന്ന് അതിലുണ്ടായിരുന്ന സുഭാഷിൻ്റെ പഴയ വസ്ത്രങ്ങളൊക്കെ എടുത്ത് സിറ്റൗട്ടിൽ കൊണ്ടിട്ട് അവിടെയുള്ള അനാഥ കുട്ടികളോട് എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞു. അവരൊക്കെ ഓരോന്നും എടുത്ത് അവരുടെ ഭാണ്ഡങ്ങളിലാക്കി യാത്രയായി. തൻ്റെ റൂമിൽ നിന്നും വസ്ത്രങ്ങൾ എടുത്തു കൊണ്ടുപോയത് ആ അമ്മ അറിഞ്ഞെങ്കിലും ഒന്നും പറഞ്ഞില്ല. വർഷങ്ങൾ കഴിഞ്ഞു. സുഭാഷിൻ്റെ അമ്മ കുറേ കൂടി വൃദ്ധയായി. ഇതിനിടെ സുഭാഷിനൊരു കുഞ്ഞു പിറന്നു. എല്ലാവർക്കും സന്തോഷമായതുപോലെ ആ കുഞ്ഞിനെ കണ്ട് സുഭാഷിൻ്റെ വയസ്സായ അമ്മയ്ക്കും സന്തോഷമായി. താനൊരു അമ്മൂമ്മയായിരിക്കുന്നു. എല്ലാവരും ചുറ്റും കൂടി നിന്ന് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കുകയായിരുന്നു. മോനെ വാ, അച്ചമ്മയുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടിലിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ ആ അമ്മ എടുത്തു. ആ അമ്മ കുഞ്ഞിനെ എടുക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ അവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയി സുഭാഷിൻ്റെ ഭാര്യ സുസ്മിത. അത് കണ്ട് എല്ലാവരും ഞെട്ടി. ആ അമ്മയ്ക്ക് അത് കണ്ട് വിഷമമായി. അവർ ദുഃഖത്തോടെ തൻ്റെ ബെഡ്റൂമിൽ പോയിരുന്ന് കരയാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് സുഭാഷ് അവരെ അവിടെ പോയി സമാധാനിപ്പിച്ചു. എന്ത് ചെയ്യാനാ അമ്മേ, അവളുടെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി. അമ്മ ക്ഷമിക്കൂ. സുഭാഷിൻ്റെ കുഞ്ഞിൻ്റെ 1-ാം പിറന്നാൾ ദിനം വന്നെത്തി. സുഭാഷ് ഏട്ടാ, നമ്മുടെ മകൻ്റെ പിറന്നാൾ ഗ്രാൻഡ് പ്രോഗ്രാം ആക്കണം. അതിനെന്താ സുസ്മിത, നീ നിൻ്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ചോളൂ. സുഭാഷിൻ്റെ ഭാര്യ സുസ്മിത ഫോണിൽ അവളുടെ ബന്ധുക്കളെ എല്ലാവരെയും ഫംഗ്ഷന് ക്ഷണിച്ചു. സുഭാഷ് ഏട്ടാ, മോൻ്റെ ഫംഗ്ഷന് ഒരുപാട് ആൾക്കാർ വരും. ഈ വൃദ്ധയായ നിങ്ങളുടെ ഈ അമ്മയെ കണ്ട അവരൊക്കെ കളിയാക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഇവരെ കൊണ്ടുവന്ന് ആക്കൂ. ബന്ധുക്കാർ എന്ന് പറയാൻ എനിക്ക് നാട്ടിലിപ്പോൾ ആരുമില്ല. എൻ്റെ മൂത്ത 3 ചേട്ടന്മാരും കുടുംബസമേതം വിദേശത്താണ്. നിനക്കറിയാലോ, എനിക്ക് സർക്കാർ ഉദ്യോഗം ആയതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ അമ്മയെ എവിടെ കൊണ്ടാക്കാനാണ്? ഞാനൊരു ഐഡിയ പറയാം. കുറച്ച് ദിവസം അമ്മയെ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടാക്കൂ. ഒക്കെ കഴിഞ്ഞ് നമുക്ക് തിരക്ക് കഴിയുമ്പോൾ കൂട്ടിക്കൊണ്ടുവരാം. ഏയ്, അത് ശരിയാകുമോ? എന്താ ശരിയാകാത്തത്? ദേ നോക്ക്, ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്.
അല്ലെങ്കിൽ ഞാൻ ഈ ഫംഗ്ഷൻ ഇവിടെ നിൽക്കില്ല. അതിനു മുമ്പായി ഞാൻ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ വച്ചായിരിക്കും പിന്നെ ഫംഗ്ഷൻ നടത്തുക. അയ്യോ, അതൊന്നും വേണ്ട. നമുക്ക് അമ്മയെ എവിടെയെങ്കിലും കൊണ്ട് ആക്കുന്ന കാര്യം ആലോചിക്കാം. മോൻ്റെ ബർത്ത്ഡേ വരുന്നതിന് കുറച്ച് ദിവസം മുമ്പായി സുഭാഷ് അമ്മയുടെ റൂമിൽ ചെന്നു. അമ്മേ, നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വരികയാണല്ലോ. പരിപാടിയുടെ അന്ന് ഇവിടെ സുസ്മിതയുടെ ബന്ധുക്കളായ കുറേ ആൾക്കാർ വരുന്നുണ്ട്. കുഴമ്പും മറ്റുമായി കഴിയുന്ന അമ്മയെ അവർ കണ്ട എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കും. അതുകൊണ്ട് അമ്മ ആ ദിവസം ഒന്ന് മാറി നിൽക്കണം. അതിനെന്താ മോനെ, എവിടെയാന്ന് വെച്ചാൽ എന്നെ കൊണ്ടാക്കിക്കോളൂ, ഞാൻ അവിടെ നിൽക്കാം. പാവം ശുദ്ധഗതിക്കാരിയായ ആ അമ്മ മകൻ്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയിച്ചില്ല. അവർ അത് സമ്മതിച്ചു. പരിപാടിക്ക് 2 ദിവസം മുമ്പ് അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. വരൂ പോകാം. അമ്മയുടെ ബാഗുമായി സുഭാഷ് കാറിനടുത്തേക്ക് നടക്കുമ്പോൾ അമ്മ എന്തോ ഓർത്തതുപോലെ പാതി വഴിയിൽ നിന്ന് പറഞ്ഞു, മോനെ, എനിക്ക് നിൻ്റെ ഒരു ഷർട്ട് തരുമോ? അലമാരയിലുണ്ടായിരുന്നവ സുസ്മിത എല്ലാം എടുത്ത് ആർക്കോ കൊടുത്തു. എനിക്ക് നിന്നെ ഓർക്കാൻ ഒരെണ്ണം മതി. സുഭാഷ് തൻ്റെ അലമാരയിൽ നിന്നും ഒരു ഷർട്ട് എടുത്ത് അമ്മയ്ക്ക് നൽകി. അമ്മ അതിൻ്റെ ഗന്ധം ആസ്വദിച്ച് മുഖം അതിൽ പൊത്തി ആരും കാണാതെ കരഞ്ഞു. കുഞ്ഞിനെ വേലക്കാരിയെ ഏൽപ്പിച്ചിട്ട് സുഭാഷ് അമ്മയെയും കൂട്ടി ഭാര്യയോടൊപ്പം കാറിൽ കയറി ആ വൃദ്ധസദനത്തിലെത്തി. നിയമ നടപടികൾക്ക് ശേഷം ആ അമ്മയെ അവിടെയാക്കി സുഭാഷ് ഭാര്യയെയും കൂട്ടി പോകാനൊരുങ്ങി. മോനെ, ആ അമ്മ സുഭാഷിനെ അടുത്ത് വിളിച്ചു. എന്താ അമ്മേ? സുഭാഷ് ചോദിച്ചു. കുഞ്ഞിനോട് എൻ്റെ ബർത്ത്ഡേ ആശംസകൾ പറയണം. പറയാം അമ്മേ, സുഭാഷ് പറഞ്ഞു. അവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്കെത്തി. സുഭാഷ്, ഇനി ഈ മുറി നമ്മുടെ ഗസ്റ്റ് റൂം ആക്കാം. അമ്മയില്ലാത്ത ആ മുറിയിൽ ഭർത്താവ് സുഭാഷിനൊപ്പം പ്രവേശിച്ച് സുസ്മിത ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പിറന്നാൾ ദിവസം വന്നെത്തി. സുഭാഷും ഭാര്യ സുസ്മിതയും അമ്മയില്ലാത്ത ആ വീട്ടിൽ അവളുടെ ബന്ധുക്കാരോടൊപ്പം അങ്ങനെ അന്നത്തെ ദിവസം ഗംഭീരമായി പിറന്നാൾ ആഘോഷിച്ചു. എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. സുഭാഷിൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ആ കാറ് വലിയ കണ്ടെയ്നർ ലോറിയിലിടിച്ച് 2 പേരും തൽക്ഷണം കൊല്ലപ്പെട്ടു. സുസ്മിത അലമുറയിട്ട് കരഞ്ഞു. ഒരു നിമിഷം കൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ട അച്ഛനും അമ്മയെയും ഓർത്ത് അവൾ വിലപിച്ചു. അതിനിടെ കുഞ്ഞും തൊട്ടിലിൽ നിന്നും വീണ് തലയ്ക്ക് പരിക്ക് പറ്റുകയും ഒരു കൈയും ഒടിഞ്ഞു പോവുകയും ചെയ്തു. തുടർച്ചയായുള്ള ജീവിത പരാജയം സുസ്മിതയെ ഒരു വീണ്ടു വിചാരത്തിന് പ്രേരിപ്പിച്ചു. ഇതൊക്കെ ഭർത്താവിൻ്റെ അമ്മയോട് ചെയ്ത ക്രൂരതയ്ക്ക് ദൈവം തന്ന ശിക്ഷയാണെന്ന് അവൾ കരുതി. അതോർക്കവേ അവൾക്ക് സമാധാനമില്ലാതായി. ജീവിതത്തിൽ ഒട്ടും താല്പര്യമില്ലാതായി. ഓരോ ദിനവും കഴിയവേ അവളുടെ മാനസികാവസ്ഥയും ശാരീരിക പ്രകടനവും മോശമായി വന്നു. ഭക്ഷണം കഴിക്കാനോ ചിട്ടയോടെ ദിനചര്യകൾ ചെയ്യാനോ കുട്ടിയെ നോക്കുവാനോ പോലും അവൾക്ക് വയ്യാതായി. മുഷിഞ്ഞ വസ്ത്രത്തിൽ ഒരു ഭ്രാന്തിയെപ്പോലെയായി. തൻ്റെ ഭാര്യയുടെ അവസ്ഥയ്ക്ക് തൻ്റെ അമ്മയുടെ ശാപമാണെന്ന് സുഭാഷ് കരുതി. സുഭാഷേട്ടാ, നമുക്ക് നമ്മുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം, അവൾ വല്ലാത്ത അവസ്ഥയിൽ അവനോട് പറഞ്ഞു. അങ്ങനെ സുഭാഷ് ഭാര്യയെയും കൂട്ടി അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ വൃദ്ധസദനത്തിലെത്തി. അവൻ്റെ ഷർട്ട് ധരിച്ച് മറ്റ് വൃദ്ധകളോടൊപ്പം വളരെ സന്തോഷത്തോടെ കഴിയുന്ന അമ്മയെ അവൻ കണ്ടു. തന്നോടുള്ള സ്നേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി തൻ്റെ ഷർട്ട് ധരിച്ച് നിൽക്കുന്ന ആ അമ്മയെ കണ്ടപ്പോൾ അവനും ദുഃഖം ഇരട്ടിയായി. സുസ്മിതയും കണ്ടു. ഒരു മോനെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരമ്മയെ മകനെയും തമ്മിൽ വേർപെടുത്തിയ താൻ ഒരു ദുഷ്ട തന്നെയാണ്. അതാണ് ദൈവം തൻ്റെ അച്ഛനെയും അമ്മയെയും ഈ ലോകത്തിലെ സുഖസൗകര്യത്തിൽ നിന്നും പെട്ടെന്ന് നിഷ്കരുണം ഇല്ലായ്മ ചെയ്തത്. ഒരു പേരക്കുഞ്ഞിനെ ലാളിക്കാനുള്ള ഒരമ്മമ്മയുടെ അവകാശത്തെ നിഷേധിച്ചത് കൊണ്ടാണ് തൻ്റെ മോൻ വീണ് പരിക്ക് പറ്റിയത്. എല്ലാം തൻ്റെ പിടിപ്പുകേട്. ഇനിയൊരിക്കലും ആവർത്തിക്കില്ല. അമ്മയുടെ അടുത്തേക്ക് അവർ 2 പേരും പിന്നെ പോയി. സുഭാഷും ഭാര്യയും ആ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. വൃദ്ധസദനത്തിലുള്ള മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ പിന്നെ അവർ അമ്മയെയും കൂട്ടി വീട്ടിലേക്ക് യാത്രയാവുകയായിരുന്നു.